ആവണി അവിട്ടത്തോടനുബന്ധിച്ച് കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ പൂണൂൽ മാറ്റൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഈ ദിവസം ബ്രാഹ്മണർ പഴയ പൂണൂൽ മാറ്റി പുതിയ പൂണൂൽ ധരിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. വിവരങ്ങളുമായി സമൂഹ മഠത്തിൽ നിന്നും രമ്യദാസ് ചേരും. അല്പസമയത്തിനകം തന്നെ നമുക്ക് ആദ്യം ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. समस्त गुरुदक्षिण द्वारा श्री परमेश्वर श्रीस्कर्तम अद्य पूर्वोक्त एवं गुण विशेषण युक्तायां स्यां पौर्णमास्यां दिनौ श्रावण्यां पौर्णमास्यां आद्याय उपाकर्म अंगम खंडनस्तर्पणं ऋषि गुणकार्य സാചാര പെരുമയിൽ ആവണി അവിട്ടം ആഘോഷിക്കാൻ മാറ്റൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ പ്രതിനിധി രമ്യദാസ് ചേരുകയാണ്. രമ്യ, ഈ കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ഈ പൂണൂൽ മാറ്റൽ ചടങ്ങ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരുപാട് പാരമ്പര്യമുള്ള പരമായ ചടങ്ങുകളാണ് ഇപ്പോൾ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ പുരോഗമിക്കുന്നത്. അതിന് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബ്രാഹ്മണർ പഴയ പൂണൂൽ മാറ്റി പുതിയ പൂണൂൽ ധരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ്. ആവണി അവിട്ടത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. രമ്യയുണ്ട്. രമ്യ, എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? എന്താണ് ഈ ചടങ്ങിന്റെ ഒരു ഐതിഹ്യം, പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്? ോടനുബന്ധിച്ചാണ് ഈ കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ പൂണൂൽ മാറ്റൽ ചടങ്ങാണ് പുരോഗമിക്കുന്നത്. അതായത് ഈ ആവണി അവിട്ടം എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണ സമൂഹത്തിന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിനമാണ്. ഹിന്ദു ആചാരപ്രകാരം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ആവണി അവിട്ടമെങ്കിലും ഈ ദിവസം ബ്രാഹ്മണർക്ക് ഏറെ പ്രാധാന്യമുണ്ട്. കാരണം ഇവർ ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കാരണം ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ദിവസമാണ് ബ്രാഹ്മണർ തങ്ങളുടെ പഴയ പൂണൂൽ മാറ്റി പുതിയത് അണിയുന്ന ചടങ്ങാണുള്ളത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഒരു വർഷം അറിഞ്ഞോ അറിയാതെയോ എല്ലാം ചെയ്ത പാപങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. പുതിയ പൂണൂൽ ധരിക്കുന്നതിലൂടെ പുതിയൊരു രക്ഷാകവചം അണിയുന്നു എന്നുള്ളതൊക്കെയാണ് ഇവരുടെ സങ്കല്പവും വിശ്വാസവും ഒക്കെ. ഈ ആവണി മാസത്തിലെ പൗർണമിയും അവിട്ടം നാളും ചേർന്ന് വരുന്ന ഈ ദിവസത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു ദിവസമായി ആഘോഷിക്കുന്നത്. ഈ കുട്ടികൾക്ക് വേദപഠനം തുടങ്ങുന്നതിനൊക്കെ ഈ ഒരു ദിവസമാണ് ഏറെ പ്രാധാന്യമുള്ളതാണ്. ഈ ആദ്യമായി തന്നെ പൂണൂൽ ധരിക്കാനും മറ്റും ശുഭകരമായി ഈ ദിവസത്തെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പൂണൂൽ ധരിക്കുന്നതിലൂടെ അവരുടെ അകക്കണ്ണ് അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ കണ്ണ് തുറക്കുന്നു എന്നൊക്കെയാണ് സങ്കല്പം. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങളിലേക്ക് കൂടി, കാരണം ഈ ആവണി അവിട്ടത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ എന്താണ് ഈ ദിവസത്തെ ഒരു വിശേഷ ചടങ്ങുകൾ, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിച്ചറിയാം. എങ്ങനെയാണ് ഈ ആവണി അവിട്ടത്തിൻ്റെ ചടങ്ങുകൾ ഇവിടെ പുരോഗമിക്കുന്നത്? ആവണി അവിട്ടം എന്ന് പറഞ്ഞാൽ ഇന്ന് ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസം അവിട്ടം നക്ഷത്രത്തിൽ വരുന്ന ദിവസമാണ് ഇന്ന് ആവണിയോട്ടം എന്ന് പറഞ്ഞത്. സാധാരണ ചിലപ്പോൾ കർക്കിടകത്തിലും വരും. ഇന്നത്തെ ഒരു സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഈ പരാഭവനാമ സംവത്സരത്തിൽ നമുക്ക് ശ്രാവണ മാസമാണ്, പൗർണമി തിഥിയാണ്, നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എല്ലാ ബ്രഹ്മജ്ഞാനികളും അവർ നിത്യേന ചെയ്യേണ്ട അനുഷ്ഠാന കർമ്മങ്ങളുണ്ട്. പിന്നെ വേദാരംഭം, വേദ സംരക്ഷണമാണ് നമ്മളുടെ ജന്മത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിലൊക്കെ ലോപം വരുന്നത് അതിന് അതായത് നമ്മളിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി നമ്മളിന്ന് ചാർജ് ചെയ്ത് അതിന് വേണ്ട എല്ലാ പ്രായശ്ചിത്തവും ചെയ്ത് ലോക ക്ഷേമത്തിന് വേണ്ടിയിട്ട് ജപിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞതിപ്പോൾ ഒരുപാട് തർപ്പണങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതാപ്പോൾ മഹാസങ്കല്പം കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് യജ്ഞോപവീതം കഴിഞ്ഞ് കാണ്ഡഋഷി തർപ്പണം, നമ്മുടെ ഋഷികൾക്കുള്ള തർപ്പണം കഴിഞ്ഞിട്ട് ഹോമം, വേദാരംഭം.
അപ്പോൾ ഇന്ന് ശരിക്കും വേദാരംഭം കഴിഞ്ഞ് നമ്മൾ പൂർവാധികം നമ്മൾ ഇനിയും ഇന്ന് മുതൽ വേദ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന ദിവസം കൂടിയാണെന്ന്. അതാണ് ഇന്നത്തെ ഇതിൻ്റെ പ്രത്യേകത. ഈ ശ്രാവണ പൗർണമി ദിവസത്തിലാണ് ഇത് വരുന്നത്. ഈ ദിവസത്തിലാണോ പൂണൂൽ മാറ്റി പുതിയതാണ് ഉപനയനം? അതായത് നമ്മളിപ്പോൾ നൂതനമായിട്ടുള്ള യജ്ഞോപവിധാരണം കഴിഞ്ഞിട്ട് വേണം ഹോമം വേദാരംഭം ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴൊക്കെ അശുദ്ധി വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ യജ്ഞോപവിധം മാറ്റണം. പ്രത്യേകിച്ച് നമ്മൾക്ക് ഈ അപര സംസ്കാരങ്ങൾ നമ്മളെ മരണാനന്തരം കാര്യങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് മാറ്റാറുണ്ട്. പക്ഷെ ഇന്ന് എന്തായാലും മാറ്റണം. ബ്രഹ്മചാരികൾക്ക് 2 പ്രാവശ്യം മാറ്റണം. ഇന്ന് ബ്രഹ്മചാരികൾക്ക് ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയുക, കാമമന്യു ജപം എന്ന് പറയുന്നുണ്ട്. കാമോ കാർഷിതും മന്നൊരു കാർഷിതും. ഞാൻ ആത്മാവാണ്, ഞാൻ ഇതിലൊന്നും ബാധകമല്ല. എൻ്റെ കാമവും എൻ്റെ മന്യുരവും പ്രവൃത്തിയുമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഇതിലൊരു ഭാഗമാക്കുമല്ലാന്ന് പിന്നെയും നമ്മളെ ശരിക്കും ആത്മജ്ഞാനികളെന്ന് ബോധം വരുത്തുന്ന ഒരു ദിവസം കൂടിയാണെന്ന്. ഇതിനുശേഷം മറ്റു ചടങ്ങുകൾ എന്തൊക്കെയാണുള്ളത്? ഇന്നിപ്പോൾ വേദാരംഭം കഴിഞ്ഞാൽ വേദം അല്ലെങ്കിൽ നാളെ ഗായത്രി ജപം ഉണ്ട്. സഹസ്രാവർത്തി നാളെ ഗായത്രി ജപം ജപിക്കണം എന്നാണ്. അല്ലാത്ത ദിവസം ജപിക്കണം എന്നാണ്. പക്ഷേ ലഘു സഹസ്രം എന്ന് പറഞ്ഞിട്ട് 108 ഗായത്രി ദിവസം ജപിക്കാനുണ്ട്. ഡെയിലി 3 പ്രാവശ്യം നമുക്ക് ത്രികാല സന്ധ്യാവന്തരങ്ങളുണ്ട്. അത് മുടക്കാതെ ചെയ്യണം എന്നാണ് നമ്മളുടെ അനുഷ്ഠാനങ്ങളിൽ പെട്ടതാണത്. അത് അന്ധക്കരണ ശുദ്ധാർത്ഥം നമ്മൾ മഹാസങ്കല്പം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് അന്ധക്കരണം, നമ്മളുടെ കരണങ്ങൾ ബാഹ്യമായിട്ട് അന്ധകരണം, ചിന്തകൾ, ബുദ്ധി എല്ലാം ശുദ്ധീകരിക്കുന്ന പ്രവൃത്തികളാണ്. അതിൻ്റെ മന്ത്രോച്ചാരണങ്ങളാണ് നിങ്ങളിന്ന് കേട്ടത്. അശ്വതി, ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് അല്പസമയം നമ്മളോട് കൂടെ പങ്കുവച്ചത്. ചടങ്ങുകൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. രമ്യ, വിവരങ്ങൾ വ്യക്തമാണ്. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. ആവണി അവിട്ടത്തോടനുബന്ധിച്ച് കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ പൂണൂൽ മാറ്റൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ഈ ദിവസം ബ്രാഹ്മണർ പഴയ പൂണൂലൊക്കെ മാറ്റി പുതിയ പൂണൂൽ ധരിക്കുന്നതാണ് പ്രധാന ചടങ്ങ്. ഒപ്പം ഇതിന് പിന്നിൽ ഒരുപാട് ചരിത്രപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു രമ്യാദാസ്.